ഹലോ, രാജസ്ഥാനിക്ക് താമസം മാറ്റിയിട്ട് എന്റെ ആദ്യത്തെ ദിവസമാണത്. രാവിലെ തന്നെ ഡ്രസ്സൊക്കെ അലക്കി ഉണങ്ങാൻ ഇടുകയാണ്. എന്റെ ജെട്ടി വരെ നല്ല കാഴ്ചകൾ കണ്ടിട്ടാണ് ഉണങ്ങാൻ കിടക്കുന്നത്. അപ്പോഴേക്കും ഇവിടുത്തെ ഒരു ചോട്ടു പയ്യൻ വന്ന് പട്ടം പറത്തി കളിക്കണം. ആഗ്രഹം കൊണ്ട് ഞാനും അവന്റെ നിന്ന് വാങ്ങിച്ച് ആദ്യമായിട്ട് പട്ടം പറത്തി. ശേഷം ഡ്രസ്സൊക്കെ മാറി ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോവാണ്. ഞാൻ അടുത്ത വീടിന് മുന്നിലെല്ലാം മാർക്കറ്റുകളാണ്. ശേഷം ഏത് നാട്ടിൽ പോയാലും അവിടെയുള്ളവരെ പോലെ ജീവിക്കണം എന്ന് കൊണ്ട് തൊപ്പിയൊക്കെ വാങ്ങിച്ച് തലയിലിടുകയാണ്. ശേഷം ഓരോ കാഴ്ചകൾ കാണുകയാണ്. എവിടെ നോക്കിയാലും നിറയെ പശുവിനെ കാണാം. അതുകൊണ്ട് ഞാൻ എത്ര വട്ടോ ചാണകത്തിൽ ചവിട്ടിയെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല. ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇയാളുടെ കടയിൽ കയറി. ഇയാളിനെ കണ്ടതും എനിക്കൊരു പേടി തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പൈസ കൊടുത്ത് വേഗം അവിടെ നിന്ന് ഇറങ്ങി. ശേഷം ഇപ്പോൾ അവിടുത്തെ ഒരു അമ്പലത്തിന്റെ ഉള്ളിൽ കയറിട്ടാ. ചെരുപ്പ് ഊരിയിട്ട് കയറുന്നതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ചെരുപ്പ് അവിടെ ഉണ്ടാവുമെന്നായിരുന്നു എന്റെ ഒരു പേടി. ഭാഗ്യത്തിന് ചെരുപ്പ് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ശേഷം അവിടുത്തെ ഒരു മാതാജിക്ക് നമസ്കാരം കൊടുത്ത് ഇയാളുടെ 100 രൂപയും കൊടുത്ത് പാട്ട് കേൾക്കാനിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വേറൊരാൾക്കും പൈസ കൊടുത്തിട്ട് അയാളുടെ പാട്ടും കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ശേഷം നല്ല വിശപ്പുകാരനും ഭക്ഷണം കഴിക്കാൻ കയറുകയാണ്. ദാൽ ബാട്ടി ചൂർമയാണ് ഇവിടെ ഞാൻ കഴിച്ചത്. ദാൽ ബാട്ടി ചൂർമ പേര് പോലെ തന്നെ കുഴപ്പമില്ല കേട്ടോ. 350 രൂപയായി. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോണത്. ഗൂഗിൾ മാപ്പ് തിരിയാൻ പറഞ്ഞ തിരിയും, വളയാൻ പറഞ്ഞ വളയും. ഞാൻ ഇവിടെ എവിടെ നോക്കിയാലും പശുവാണ്. അതുകൊണ്ട് നോക്കി കണ്ടിട്ട് വേണം പോകാൻ. ശേഷം അടിപൊളിയായിട്ടുള്ള ഹവേലികൾ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതിന്റെ ഉള്ളിലാണെങ്കിൽ ഹിന്ദിയാണ് എഴുതി വെച്ചിരിക്കുകയാണ്. എനിക്ക് അറിയാത്തതോ അതാണ്. അതുകൊണ്ട് ഇങ്ങനെ നടന്ന് ഏതോ ഒരു സ്ഥലത്ത് കൊട്ടാരമാണെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ബാത്റൂം ആയിരുന്നു. ബാത്റൂമിൽ നിന്ന് കാണാൻ വരെ നല്ല വ്യൂ ആണ്. പിന്നെ കുറച്ച് തേരാപ്പാരം നടന്ന് ആര് ചോദിച്ചാലും നെഹി നെഹി മൊജെ മാലു എന്നാ പറയുന്നത്. ശേഷം അവിടെ നിന്ന് ഇറങ്ങി ഓരോ മസാല ഇട്ട് ഓറഞ്ച് ജ്യൂസും കുടിക്കുമ്പോഴേക്കും ഒരു പയ്യൻ അങ്ങോട്ട് വെടിവെക്കണോ, അവിടെ നിന്ന് തിരിച്ചും അവന്റെ അനിയത്തി ഇങ്ങോട്ടും വെടിവെക്കണോ. ഇവിടെ ഒരു നായാണെങ്കിൽ നട്ടപ്പുറ വെയിലത്ത് കിടന്നുറങ്ങണോ. പിന്നെ ഗൂഗിൾ മാപ്പ് നോക്കി അതിസാഹസികമായി പല മതിലും ചാടിക്കടന്ന് സൺസെറ്റ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ നടന്ന് മനുഷ്യന്റെ ഊപ്പാട് ഇളകിയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. ശേഷം ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ മരത്തിൽ നിറയെ എലിയുണ്ട്, ഈ കുളത്തിൽ നിറയെ വെള്ളമുണ്ട്. പക്ഷെ എന്റെ പോക്കറ്റിൽ മാത്രം ഇപ്പൊ ഒന്നുമില്ല. അതുകൊണ്ടാണ് തോന്നുന്നത് കറക്റ്റ് ഒരു കാക്ക എന്റെ പോക്കറ്റിൽ തൂറിയിട്ട് അത് കഴുകിക്കളയാം. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഓറഞ്ച് ജ്യൂസും കുടിച്ച് അത് കഴിഞ്ഞ് ഒരു ചായയും കൂടെ കുടിച്ച് തിരിച്ച് റൂമിക്ക് വരികയാണ്. മുഖത്ത് ചളി പോകാൻ ക്രീമും തേച്ച് തണുത്ത വെള്ളത്തിൽ ഒരു കുളിയും പാസാക്കി ടെറസിന് മോളിൽ പോയി നോക്കിയപ്പോൾ എന്റെ ജെട്ടി ഉണങ്ങിയിരിക്കണം. ശേഷം എന്റെ കലാപരിപാടികൾ തുടങ്ങുകയാണ്. ബുക്ക് വായിക്കൽ, അത് കഴിഞ്ഞ് ഡയറി എഴുതലും. ഡയറി എഴുതി കഴിയുമ്പോഴേക്കും വൈകുന്നേരമായി. ശേഷം ഇവിടുത്തെ കൂട്ടുകാരന്റെ റെസ്റ്റോറന്റിലേക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്. രാവിലെ കണ്ട ചോട്ടും പയ്യന്മാരും പട്ടം പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇത് സോറബ്, നമ്മുടെ ഇവിടുത്തെ വേറെ കൂട്ടുകാരനാണ്. ഇത് ദിലീപ്, ഇവിടുത്തെ റെസ്റ്റോറന്റ് ഓണറാണ്. ശേഷം അവിടെ നിന്ന് ഫുഡ് കഴിച്ച് അച്ഛമ്മയ്ക്ക് വീഡിയോ കോൾ ചെയ്ത് അച്ഛമ്മ ഒരു ഉമ്മ തന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തണം.